പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുതിരമുക്കയിലാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു നോർത്ത് കർണാടക ട്രിപ്പ് പ്ലാൻ ചെയ്ത് വന്നതാണ്. ഈ ഒരു ഭാഗം പോകുന്നതുകൊണ്ട് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുതിരമുക്ക ഗോസ്റ്റ് ടൗണിൻ്റെ ഉള്ളിലോട്ട് കയറിയതാണ്. ഗോസ്റ്റ് ടൗൺ എന്ന് വെച്ചാൽ എന്തൊക്കെയാണെന്ന് ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ തന്നായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് ഒരു എക്സ്പ്ലോറേഷൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോർത്ത് കർണാടക ഹുബ്ലിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു ദിവസം കൊണ്ട് നമുക്ക് വെച്ച് പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഷിവമൊഗ്ഗ ഒരു എങ്ങനെയാണ് പറ്റുന്നത് അത്രയും നമുക്ക് ശൃംഗേരി ആ ഭാഗമൊക്കെ കവർ ചെയ്തിട്ട് അവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് ഈ ഒരു ഗോസ്റ്റ് ടൗണിൻ്റെ ഭാഗമൊക്കെ നിങ്ങൾ കണ്ടു കാണും. കുതിരമുക്കയിലാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ. അപ്പോൾ എൻ്റെ കൂടെ ജീവനുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി സ്കൂട്ടറാണ്. മാസ്റ്റർ അടിച്ച് 125 സർവീസൊക്കെ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. കാരണം അത്യാവശ്യം കുറച്ച് ലോങ് ട്രിപ്പ് ആയിരിക്കും. ചിലപ്പോൾ ഒന്ന് ഗോവ വരെയൊക്കെ പോകുമല്ലേ. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം എന്തായാലും ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യണം. മുന്നോട്ട് എന്തെങ്കിലും അടിമലിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ ഒരു ഭാഗ്യമായിട്ടൊക്കെ കരുതുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാം. പൈപ്പ് ലൈൻ കണ്ടില്ല, മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു പൈപ്പ് ലൈനിലൂടെയാണ് അവിടെ മൈനിങ് ചെയ്തിരുന്ന ആ ഒരു ഇത്, അതായത് ലിക്വിഡ് ഫോമിൽ വെള്ളത്തിനോട് മിശ്രണം ചെയ്തിട്ട് ആ ഒരു അയരൺ കണ്ടൻറ്റിൻ്റെ ഭാഗങ്ങൾ ഇവിടെ നിന്ന് ഈ പൈപ്പ് ലൈനിലൂടെ ബന്ദർ, അതായത് പണമ്പൂറില്ലേ, മംഗലാപുരം പണമ്പൂർ, അങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 70-80 കിലോമീറ്ററോളം ഉണ്ട്. ഗ്രാവിറ്റി ഫ്ലോയിലായിരുന്നു എത്തിച്ചുകൊണ്ടിരുന്നത്. സ്ഥലം എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇതാണ് ഹൈ ഫ്രെയിം. ആക്ച്വലി ഈ ഒരു റിവറിൽ ഒരു ഡാം ഉണ്ടായിരുന്നത്. ഡാം കണ്ടില്ല അങ്ങ് ദൂരെ, ആ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ ഒരു പുഴയിലോട്ട് ഇങ്ങനെ സറൗണ്ടായിട്ട് റൗണ്ടായിട്ട് ഇവിടെയൊക്കെ പൊല്യൂഷൻ ആവുന്നുള്ള ഒരു ഇതിലാണ് പിന്നീട് മൈനിങ് ഒക്കെ നിർത്തിയത്. കണ്ടില്ല എന്ത് രസം നോക്കിക്കേ. മഴക്കാലത്ത് വരണം, നല്ല ഫ്രെയിം ആയിരിക്കും ഇവിടെ. ആ ഒരു പാറക്കല്ലിൻ്റെ നടുവിലൂടെയൊക്കെ വെള്ളം വരുന്നുണ്ട്. ഈ വെള്ളം കണ്ട ഇവിടെ റൗണ്ട് ആയിക്കൊണ്ടിരിക്കും ഈ ഒരു ഭാഗത്ത്. അതങ്ങനെയാണ്, കാരണം ഈ ഒരു ഭാഗത്ത് നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ട്, അവിടെ നിന്ന് ഒഴുകി വരുന്നുണ്ട്. ഇവിടെ റൗണ്ടായിട്ട് അങ്ങോട്ട് ഒഴുകിപ്പോകും. മൈനിങ്ങിൻ്റെ ഭാഗമൊക്കെ അങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെ നേത്രാവതി പീക്ക് ഒരുപാട് ട്രക്കിംഗ് സ്പോട്ട് ഉണ്ട് കുതിരമുക്ക. അല്ലെങ്കിൽ നിങ്ങൾ കുതിരമുക്ക നാഷണൽ പാർക്കിൻ്റെ വെബ്സൈറ്റിൽ എടുത്ത് നോക്കിയാൽ അറിയാം. അവിടെ ഒരു ബോർഡ് ഉണ്ട്, ഇവിടെ വണ്ടികൾ എവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് എവിടെ നിർത്തുന്നില്ല. കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്, അതാണ് കുറച്ച് ബുദ്ധിമുട്ട്. കണ്ടിട്ട് നിങ്ങൾക്ക് റോഡിൽ കാണാൻ സാധിക്കും. ഇവിടെ കുറച്ചെങ്കിലും ഒരു ഇതുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. അതാണ് കുറച്ച് നമുക്ക് കുറച്ച് സ്ട്രഗിൾ ആവുന്നത്. ഏകദേശം ഇവിടെ 2 മണിക്കൂർ ഈ ഒരു കുതിരമുക്ക ഗോസ്റ്റ് ടൗണിലെ ആ ഒരു ഭാഗത്ത് നമ്മുടെ ടൈം പോയി. എക്സിറ്റ് ചെയ്യാനുള്ള ടൈമും ഉണ്ട്. ഇനി ഒരുപാട്, അതായത് എക്സിറ്റ് ചെയ്യുന്ന ചെക്ക് പോസ്റ്റിലോട്ട് ഇനി ഒരുപാടുണ്ട് ദൂരം. ഉച്ച സമയമാണ്, നല്ല കട്ട വെയിലാണ്. എന്നാലും വലിയ രീതിയിൽ ചൂടൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് വൈബ് ചെയ്ത് റൈഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടെമ്പറേച്ചറേ ഉള്ളൂ ഇവിടെ. നമുക്ക് അങ്ങോട്ട് റൈറ്റ് സൈഡിൽ ഇവിടെ നമുക്ക് ആ ഒരു ലക്കിയ ഡാമിൻ്റെ ഭാഗങ്ങൾ കാണാം. അപ്പം ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു ഇതാണ്. അപ്പം അനിമൽസ് എന്ന് പറയുമ്പോൾ കാട്ടുപോത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അത് നമുക്ക് റോഡ് സൈഡിൽ കാണാൻ പറ്റിയ ഒരു ഭാഗ്യമാണ്. പിന്നെ നേരത്തെ കസ്തൂരിമാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്പോട്ട് ചെയ്തായിരുന്നു. അത് കുറച്ച് ലോങ് നിന്നാണ് സ്പോട്ട് ചെയ്തത്. നമ്മളെ കണ്ടപ്പോഴത്തേനും അത് ഓടിപ്പോയി. ക്യാമറ എടുത്തപ്പോഴത്തേനും ഏകദേശം അതിൻ്റെ ഭാഗങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. സോ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ മുമ്പിൽ അവിടെ കാണാൻ സാധിക്കുന്നത് ലക്കിയ ഡാമാണ്. കുതിരമുക്ക നാഷണൽ പാർക്കിലോട്ട് റൈഡ് അതൊരു വണ്ടർഫുൾ റൈഡാണ്. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് റോഡ് മോശമാണ്. ഇവിടെ കുറച്ച് റോഡ് കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് റോഡ് മോശമാവുന്നുണ്ട്. പിന്നെ അവിടെ റോഡിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ട് അത് പാച്ച് വർക്കാണോ അതെയോ മൊത്തമായിട്ട് കോൺക്രീറ്റ് ഇല്ലെങ്കിൽ ടാർ ഇടാനുള്ള പരിപാടി എന്താണെന്ന് അറിയത്തില്ല. പിന്നെ എല്ലാം ഒരു നാഷണൽ പാർക്കിലും ഫോറസ്റ്റ് റിസർവേറിലൊക്കെ സ്പീഡ് ലിമിറ്റർ ഉണ്ടാവും. 30-40 ഒക്കെ ആയിരിക്കും മാക്സിമം വരെ ഉണ്ടാവും. ചില സ്ഥലത്ത് 20 കിലോമീറ്റർ പോലെ ഉണ്ടാവും. അപ്പം ഇവിടെ നമുക്ക് അവിടെ ലക്കിയ ഡാം കാണാം ദൂരെ കണ്ടില്ലേ. വേൾഡ് ഹെറിറ്റേജ് സെൻറ്റർ, അതായത് വെസ്റ്റേൺ ഘാട്സിലെ സബ് ക്ലസ്റ്റർ കുതിരമുക്ക. ഈ ലൗഡ് ഓഫ് എന്തോ വരച്ചിട്ടുണ്ട്. പ്രസിദ്ധ ശോധനാമ യുനെസ്കോയുടെ അണ്ടറിലെ വേൾഡ് ഹെറിറ്റേജ് സെൻറ്റർ എന്നുള്ളൊരു അതൊക്കെ നോ എൻട്രി ആണ്. ഇവിടെ ട്രക്കിങ്ങിലോട്ട് ഓരോ പോയിന്റിലോട്ട് നേത്രാവതി പീക്ക് അങ്ങനെ ഓരോ സംഭവത്തിലോട്ട് പോകുന്നൊരു വഴികളാണ് ഇങ്ങോട്ടൊക്കെ. നോ പാർക്കിംഗ്, ഇവിടെ വണ്ടികൾ നിർത്താൻ പാടില്ല. ഈ കുതിരമുക്ക നാഷണൽ പാർക്കിൽ 2 ഭാഗത്തായിട്ട് പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഈ ഒരു നാഷണൽ പാർക്കിനുള്ളിൽ ചെക്കിംഗ്. നോർമൽ ഡോക്യുമെൻറ്റ്സ് ചെക്കിംഗ് മാത്രമായിരുന്നു. പക്ഷേ നമ്മുടെ പേപ്പർ ക്ലിയർ ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോകുന്നു. ഇപ്പം ഞാനുള്ളത് ശൃംഗേരിയിലാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പം ഒരു വെജ് ഭക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഹലോ എങ്ങനെ സമയം എത്ര ഇപ്പം? എത്രയായി? 3 അല്ലേ? ഇതൊരു പ്രത്യേകതര അരിയല്ലേ? ഇങ്ങനെ വയ്ക്കുക, പപ്പടമൊക്കെ പിടിച്ച് കൂട്ടി പിടിക്കുക.
ഇപ്പൊ ഞാനുള്ളത് ശൃംഗേരിയിലെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ മുകളിലാണ്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ആ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ. അപ്പം ഇവിടെ ഒരു വലിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. അപ്പം ഇവിടെ ഈ ക്ഷേത്രത്തിൽ പോകുന്നവരൊക്കെ ഇവിടെ കുളിച്ചിട്ടൊക്കെയാണ് പോകാറ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുക. അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട് ആ ഒരു ഭാഗത്തൊക്കെ. സോ ഇത് തുങ്കാ റിവറാണ് ഇവിടെ കാണുന്നത്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ശൃംഗേരി ശാരദാംബ ടെമ്പിളിലാണ്. ശങ്കരാചാര്യർ ബിൽഡ് ചെയ്തിരിക്കുന്ന 18th സെഞ്ച്വറിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ക്ഷേത്രത്തിന് മുമ്പിലാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഉള്ളോട്ടേക്ക് ഇറങ്ങി നമ്മുടെ ലഗേജ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഊരിയിട്ട് വേണം പോകാൻ. മാത്രമല്ല ചെരുപ്പൊക്കെ ഊരണം. 2 പേരുണ്ട്. എങ്ങനെ പോയിട്ട് വരും അറിയില്ല. പക്ഷേ എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഉള്ളോട്ട് കയറാൻ പറ്റുമില്ല നമുക്ക് നോക്കാം. സോ വണ്ടി തന്നെ ചെരുപ്പും സംഭവങ്ങളും ബാഗും ഒക്കെ വെച്ചിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ കാണുമോ എന്തോന്ന് അറിയത്തില്ല. എന്തായാലും ഓടിപ്പോയിട്ട് പെട്ടെന്ന് വരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. ഉള്ളിൽ തന്നെ സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉണ്ട്. ഇയാളെ ഞാനിവിടെ കണ്ടുപോലെ ഉണ്ട്. വീൽ ചെയറൊക്കെ ഉണ്ടല്ലോ, കുഴപ്പമില്ല. അങ്ങ് ദൂരെ കാണുന്നതാണ് ആ ഒരു പഴയ മഠം, ശാരദാംബ മഠം അല്ലേ. സോ ഇവിടെ എന്താണ് ഈ ഭക്ഷണമൊക്കെ ഏത് ഭാഗത്തായിരിക്കും കൊടുക്കുന്നത്? നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടല്ലേ വന്നേ. 8th സെഞ്ച്വറിയിൽ ശങ്കരാചാര്യർ ഈ ഒരു ഭാഗത്ത് വരാൻ നേരത്ത് ഒരു വിസ്മയിക്കുന്ന കാഴ്ച കണ്ടു. തവള പ്രസവ വേദനയിൽ നിൽക്കുമ്പം, അതായത് ഫ്രോഗ് ആ ഒരു പ്രസവ വേദനയിൽ നിൽക്കും നേരത്ത് കിങ് കോബ്ര പത്തി വിടർത്തി അതിന് തണൽ നൽകി. ഇവിടെ വിശേഷമായിട്ട് എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പീഠം ഇവിടെ സ്ഥാപിക്കുന്നത്, ഈ ഒരു ക്ഷേത്രം ഇവിടെ സ്ഥാപിക്കുന്നത്. അതിനുശേഷം ഏകദേശം 4 ഭാഗത്തായിട്ട് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് എന്നുള്ള ഭാഗത്തിൽ ഈ ഒരു ഇതേ കൂട്ടുള്ള പീഠം സ്ഥാപിക്കുകയാണ്. അതിലൊന്നാണ് ശൃംഗേരിയിലെ ഈ ഒരു കാണുന്ന ശാരദാ മഠ. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു സ്ഥിതിയിലാക്കിയെടുത്തത് വിജയനഗര എംപയർ, അങ്ങനെ ഹൊയ്സലയുടെ ഒരു സ്ട്രക്ചറിലാണ് ഇത് പണിതിരിക്കുന്നത്. 3ാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൻ്റെ സമയത്ത് മറാഠരുടെ സൈന്യം ഈ ഒരു ശൃംഗേരിയിലെ ഈ ഒരു ക്ഷേത്രത്തിലുള്ള അറ്റാക്ക് നടത്തി. ഇവിടെ വിലപിടിപ്പുള്ള പല സംഭവങ്ങളും കൊള്ളയടിച്ചുകൊണ്ട് പോയി. മാത്രമല്ല അത് ഇവിടെയുള്ള ബ്രാഹ്മണന്മാരെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് ടിപ്പു സുൽത്താൻ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ, തകർന്നിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഒന്ന് റിനോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും ഈ ഒരു ക്ഷേത്രത്തിന് വേണ്ടി ടിപ്പു സുൽത്താൻ ആ ഒരു സമയത്ത് പല കാലഘട്ടങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. തുങ്കാ നദിയുടെ ഒരു തുടക്ക ഭാഗം തന്നെയാണ് ഈ ഒരു വെസ്റ്റേൺ ഗാട്ട്സ് സെക്ഷനിലെ ഈ ഒരു ഭാഗം. ഇപ്പം ശൃംഗേരിയിലെ ആ ഒരു ക്ഷേത്രം ഇരിക്കുന്ന ഈ ഒരു ഭാഗം. ഇവിടെ ഈ ഒരു പുഴയിൽ ഇഷ്ടംപോലെ മീനുകളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ ആൾക്കാർ അതിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പുറകിലുള്ളതാണ് ആദിശങ്കര ശാരദാപീഠം. അതായത് ശങ്കരാചാര്യർ 18th സെഞ്ച്വറിയിൽ സ്ഥാപിച്ച, അതായത് തുങ്കാ നദിയുടെ ഇത് കാണില്ലേ, ഇത് തുങ്കാ നദിയാണ് ഇവിടെ കാണുന്നത്. തുങ്കാ നദിയുടെ തീരത്തിൽ സ്ഥാപിച്ച ഈ ഒരു ശങ്കരാചാര്യ പീഠമാണ് കാണുന്നത്, ശാരദാംബ പീഠം. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ വിദ്യയും സംഗീതവും കലാകാരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നാൽ സാധിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസമാണ്. ആ ഒരു ദേവിയാണ്, ശാരദാംബ ദേവിയാണ് ഈ ഒരു ക്ഷേത്രത്തിലുള്ളതെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അപ്പം ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട്, അതാണ്. അപ്പോൾ നമുക്ക് അങ്ങ് ഭാഗത്ത് ഒരുപാട് മീനിനെ ഫീഡ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ക്ഷേത്രത്തിൻ്റെ എല്ലാ ക്ഷേത്രവും നമുക്ക് കാണുന്ന കൂട്ട് തന്നെയാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ വിസിറ്റ് ചെയ്യുന്നത് കാണാം. മാത്രമല്ല ഒരുപാട് തിരക്ക് ഇന്ന് നമുക്ക് ഈ ഒരു ദിവസം നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്നും നമുക്ക് കൊടജാദ്രി, അതായത് കൊടജാദ്രി, മറ്റേ കൊല്ലൂർ, മൂകാംബിക, അതൊക്കെ വലിയൊരു ഡിസ്റ്റൻസ് ഇല്ല. ഏകദേശം നിങ്ങൾ മൂകാംബിക വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് കവർ ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. സോ അവിടെ ഫോട്ടോഗ്രാഫി പാടില്ല എന്ന് പറഞ്ഞ ഒരു ബോർഡുണ്ട്. സോ പുറത്തു നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്, ഉള്ളോട്ട് പോകുന്നില്ല. സോ ഇത് വിജയനഗര എംപയറുടെ ആ ഒരു അവരുടെ കാലത്തിലാണ് ഈ ഒരു ടെമ്പിൾ ബിൽഡ് ചെയ്തിരിക്കുന്നുള്ള ഇതും എനിക്ക് അത് നോക്കിയപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഓരോ കൊത്തുപണികളും നമുക്ക് കാണാം. ഇതിൻ്റെ പുറത്തൊക്കെ ഒരു കൊത്തുപള്ളിയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ നമ്മുടെ ബേലൂർ, ഹംപിയൊക്കെ പോകുമ്പോൾ ആ കാണുന്ന ഒരു സ്ട്രക്ചറിലാണ് ഇതിൻ്റെ പല ഭാഗങ്ങളും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വരിക്കുന്ന കാണാം, വരിച്ച് കൊടുക്കുന്നതും കാണാം. അതായത് ഞാൻ പറഞ്ഞ ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന വിദ്യയൊക്കെ നല്ല രീതിയിൽ ആവും, ഒരു നല്ല കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളൊരു വിശ്വാസമാണ് ഇവിടെ ഉള്ളത്. ഇപ്പം നമ്മൾ ഏതോ ഒരു വഴിയിലാണ്, ഒരു വണ്ടി ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേനും ബാക്കിൽ ഒരു KSRTC പോകുന്നത് കാണാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ശൃംഗേരിയിൽ ഇപ്പോൾ നേരെ ഷിമോഗ റോഡാണ് വെച്ച് പിടിക്കുന്നത്, ജോബ് പാസ് റോഡ്. സോ സമയം ഇപ്പോൾ ഏകദേശം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോഡിൽ വലിയ രീതിയിൽ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല, വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നല്ല കൂളായിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. പിന്നെ ഈ ഭാഗത്തൊക്കെ കുറച്ച് തണുപ്പാവും, വൈകുന്നേരമായി പിന്നെ കുറച്ച് തണുപ്പൊക്കെ ഇങ്ങനെ കയറി വരും. അതാണ് പിന്നെ ഒരു രസമാണ് ഇങ്ങനെയൊക്കെ
മൊത്തം കാടാണ് ഈ ഭാഗത്തൊക്കെ. ആകുമ്പൊക്കെ അങ്ങോട്ട് വരും കേട്ടോ. സോ അങ്ങോട്ട് ഞാൻ ആദ്യം അതിനങ്ങോട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആകുമ്പെ കുറിച്ചൊക്കെ. സോ പോകുന്നില്ല എന്നേ ഉള്ളൂ. സോ ആകുമ്പൊക്കെ ആ ഭാഗത്ത് വരും. ശൃംഗേരി കഴിഞ്ഞിങ്ങനെ പോവുകയാണ്. അപ്പം കാര്യമായിട്ട് ഈ ഒരു ശൃംഗേരി മഠത്തിൽ ഷൂട്ട് ചെയ്യാനൊന്നും പെർമിഷൻ ഇല്ലായിരുന്നു. പിന്നെ അവിടെ ഗോൾഡിൻ്റെ ഒരുപാട് നല്ല നല്ല എന്താ പറയുക കൊത്തുപണികളൊക്കെ ഉണ്ടായിരുന്നു, ഗോൾഡും സിൽവറും ഒക്കെ ആയിട്ട്. സോ ശൃംഗേരി വിസിറ്റ് ചെയ്ത് ഇനി ചെയ്യാൻ പോകുന്നെങ്കിൽ ഇല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊക്കെ ഷൂട്ട് ചെയ്യാനും പാടില്ല. സോ ആ റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട്. അതാണ് എന്താണ് ഇത് വേസ്റ്റ് അല്ലേ. ഇതിവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരില്ലെങ്കിൽ ദൂരെ പോകുന്നവരൊക്കെ വേസ്റ്റൊക്കെ ഇടുന്നത്. സമയം ഇപ്പം എത്രയോ മണിയായി. ഞാനൊരു ഫ്ലാഷ് ലൈറ്റ് തെളിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഏതൊരു പാടത്തിന് നടക്കുകയാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ല, അങ്ങോട്ടൊക്കെ സൂര്യൻ അസ്തമിച്ച് ഏകദേശം പോവാറായി. സമയം ഇപ്പോൾ ഏകദേശം എത്രയെന്ന് വെച്ചാൽ 6:40 അപ്പം ഇത് ശിവമോഗ ഡിസ്ട്രിക്റ്റിലെ ഏതോ ഒരു സ്ഥലമാണ്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ വണ്ടി ഒന്ന് സൈഡിലാക്കിയിട്ട് കോട്ടും സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി, കാഴ്ചകൾ കാണാൻ വേണ്ടി ഒന്നും പ്രത്യേകിച്ചില്ല. അതുകൊണ്ടാണ് ഒന്നും ഷൂട്ട് ചെയ്യാത്തതും കാഴ്ചകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാത്തതും. സോ ഇവിടെ നമുക്ക് റോഡ് സൈഡിൽ മൊത്തം ഇങ്ങനത്തെ ഇലക്ട്രിക് ഫെൻസിങ് ആയിരിക്കും കാണുന്നത്. ചില സമയത്ത് ഇതിന് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടായിരിക്കും, സോളാറുടെ ആയിരിക്കും, നേരിട്ടുള്ള മറ്റേ ഇതായിരിക്കില്ല. സോ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. എന്താടാ നിൻ്റെ അവസ്ഥ. സോ നല്ല തണുപ്പാണ്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 7:20 നല്ല വിശപ്പ്, കട്ട വിശപ്പ്, നല്ല കട്ട തണുപ്പ്. അപ്പം ചെറുതായിട്ട് ഫുഡ്, ഇപ്പം നമ്മുടെ നോർത്ത് കർണാടകയൊക്കെ വരെ നേരത്തെ ഫുഡിൻ്റെ കുറച്ച് മോശമാണ്. അപ്പം എഗ് റൈസ് പോലെയുള്ള സംഭവങ്ങളൊന്നും കുഴപ്പമില്ല, വലിയ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടാവില്ലല്ലോ. സോ നമുക്ക് വയറിളക്കം, അതായത് വയറിന് സംബന്ധിച്ച പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷ നമുക്ക് കഴിക്കാം. എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒരു നമുക്ക് നോക്കാം. ഭക്ഷണം വന്ന് ഇത്രയും സംഭവത്തിന് 50 രൂപയേ ഉള്ളൂ. അതാണ് പ്രത്യേകത. സോ മിസ്റ്റർ ജീവൻ കുമാർ കഴിച്ചുകൊണ്ടിരിക്കുന്ന നല്ല വിശപ്പായതുകൊണ്ട് ഞാൻ കഴിച്ചു നോക്കട്ടെ. തരക്കടിയില്ല അല്ലേ, കുഴപ്പമില്ല. ശിവമോഗയിലെ ഒരു ഗ്രാമപ്രദേശം വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ നമുക്ക് ഒരുപാട് റോഡിലൊക്കെ പശുക്കളൊക്കെ പോകുന്നതാണ്. രാവിലെ സമയം ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയായി. അപ്പം കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു ഓഫ് റോഡ് എടുത്തിരിക്കുകയാണ്. ഹലോ, അപ്പം ഞാനിപ്പോൾ ഉള്ളത് ശിവമോഗ ഡിസ്ട്രിക്റ്റിലാണ്, ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ജനിച്ച് വളർന്ന സ്ഥലമാണ്. ഏകദേശം 4ാം ക്ലാസ് വരെ ഞാൻ ഈ ഒരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ മുമ്പുണ്ടായിരുന്ന ആ വീടിൻ്റെ ആ ഒരു ഭാഗത്തിലോട്ട്. അപ്പോൾ ഞങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് ഷിഫ്റ്റായി. അതായത് ഞാൻ ആ സമയത്ത് ജനിച്ചിട്ടില്ലായിരുന്നു. അമ്മയൊക്കെ എന്താ പറയുക, കേരളം എന്നൊരു സ്റ്റേറ്റിൽ നിന്ന് കർണാടകയിലോട്ട് ഷിഫ്റ്റായി. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ കർണാടകയിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഒരുപാട് മലയാളികൾ ഈ ഒരു ഭാഗത്തുണ്ട്. കർണാടകയാണെങ്കിലും ഇതൊരു കേരള സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അത്രത്തോളം മലയാളികളുണ്ട്. ശിവമോഗ ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. സാഗര താലൂക്കിലാണ്. സാഗര, ഹൊസനഗര താലൂക്ക്, 2 താലൂക്കായ അടുത്തടുത്താണ് ഉള്ളത്. ഒരു നൊസ്റ്റാലജിക്ക് ഫീൽ ആയിരുന്നു ഇങ്ങോട്ടൊക്കെ വരാൻ നേരത്ത്. ഇവിടെ നമുക്ക് ഇവിടെ താമരപ്പൂവില്ല, പക്ഷേ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഒരു കരയാണ് ഇവിടെ ഉള്ളത്. അപ്പം ഞാൻ മുന്നോട്ട് പോയിട്ട് ഞാൻ പഠിച്ച ആ സ്കൂളിൻ്റെ കാരണം ഒരു ഗ്രാമീണ പ്രദേശമാണ്. അപ്പം ഗ്രാമീണ പ്രദേശമാണെങ്കിൽ ഇവിടെ മെയിനായിട്ടുള്ളത് നമ്മൾ അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചർ പറയുമ്പോൾ മുമ്പൊക്കെ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഷെയിം എന്ന രീതിയിലായിരുന്നു ആൾക്കാർ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം അതിൻ്റെ സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ പഠിച്ച സ്കൂളും ആ ഒരു ഗ്രാമമൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീൽ, ഒരു ഭയങ്കര ഒരു എന്തോ ഒരു സംഭവം പോലെ എനിക്ക് ഒരിത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാലടാ. അമ്പലപ്പുഴം ഈ രാവിലെ ആകുമ്പോൾ തന്നെ ഈ റോഡിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഈ മറ്റേ അവരുടെ ഒരു രംഗോലി പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടോ റോഡിലൊക്കെ. ഈ ഒരു റെയിൽവേ ട്രാക്ക് കണ്ടില്ല, ഇതിലൂടെ നിങ്ങൾ ചിലപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു റെയിൽവേ ട്രാക്കാണ് ബാംഗ്ലൂർ ടു താളുഗോപ്പ, അതായത് ജോഗ് ഫാസ്റ്റിലോട്ട് പോകുന്ന വഴിയാണ് ഇത് കാണുന്നത്. അപ്പം ഇവിടെയാണ് എൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു തറവാട് സംഭവങ്ങളൊക്കെ ഉള്ളത്. സോ അത്യാവശ്യം മനോഹരമായ സ്ഥലമാണ് ഇങ്ങോട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ പോകുന്നത് ജോഗ് ഫാൾസിലോട്ടാണ്. ജോഗ് ഫാൾസിൽ ഞാൻ നേരെ പോകാണ്ട് കുറച്ചൊന്ന് ലെഫ്റ്റ് എടുത്ത് പോകണം. സംഭവം എന്ന് വെച്ചാൽ, ഈ ഒരു ജോഗ് ഫാൾസിൻ്റെ 9 കിലോമീറ്റർ ഇങ്ങോട്ടായിട്ട് ലിംഗനമക്കി എന്ന് പറഞ്ഞ വലിയൊരു ഡാമുണ്ട്. ഈ ഒരു ഡാം 1964 കാലഘട്ടത്തിലാണ് ഇത് പണിതിരിക്കുന്നത്. ഏകദേശം 2.74 കിലോമീറ്റർ നീളമാണ് ഈ ഒരു ഡാമിനുള്ളത്. ആ ഒരു സമയത്ത് ഇവിടെ ഡാം പണിതപ്പം ഇവിടെ ഉണ്ടായിരുന്ന പല വീടുകളും ഈ ഒരു വെള്ളത്തിൻ്റെ അടിയിലാണ് പോയിരിക്കുന്നത്, നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഇവിടെ എന്ന് പറയുമ്പം ഈ സിഗന്തൂർ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ക്ഷേത്രമുണ്ട്. ആ ഒരു ക്ഷേത്രത്തിലോട്ട് പോകുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് വരാൻ നേരത്ത്, കൊല്ലൂർ ആ സൈഡിൽ നിന്ന് വരാൻ നേരത്ത് നമുക്ക് ഈ ഒരു ഭാഗം കാണത്തില്ല. കാരണം ഈ ഒരു ലിംഗനമക്കി ഡാമിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു വെള്ളം ക്യാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്ന നേരത്ത്
അത്യാവശ്യം 80 കിലോമീറ്ററോളം നമുക്ക് എന്താ പറയുക ചുറ്റിക്കറങ്ങി പോകണം. സോ അതിന് പകരമായിട്ട് ഇപ്പം റീസെൻ്റ്ലി ഇവിടെ പാലത്തിൻ്റെ പണികളൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അത്യാവശ്യം വലിയൊരു പാലമാണ്. അപ്പം ഈ ഒരു സമയം വരെ അല്ലെങ്കിൽ എന്താ പറയുക ഈ പാലത്തിൻ്റെ പണി കഴിയുന്ന വരെ നമുക്കിത് കൂട്ട് ഫെറി സർവീസ് എടുത്തേ പറ്റൂ. അപ്പോൾ എന്തായാലും ഞാൻ ജോഗ് ഫാൾസിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ബാക്കിയുള്ള കാഴ്ച നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു.